പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യനോട് അഭി പറയുന്നുണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് കഴിച്ചിട്ട് ആ പഴി മുഴുവൻ എനിക്കാണ് കേൾക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അഭിനോട് നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ, നീ എൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഞാനിപ്പോൾ നമ്മുടെ ജ്വല്ലറിയിലെ സ്റ്റാഫ് മാത്രമാണ്, നിന്നെ കല്യാണം കഴിച്ചുകൊണ്ടുള്ള ഒരു ഗുണം മാത്രം അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എന്നും ജോലിക്ക് പോയേ പറ്റുള്ളൂ എന്നൊക്കെ പറയണേ. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ജ്വല്ലറി അല്ലേ, അപ്പോൾ നിനക്ക് ഒരു ദിവസം എൻ്റെ കൂടെ ഇരുന്നൂടെ, ഞാൻ വേണമെങ്കിൽ ആദർശേട്ടനോട് പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അഭിക്കാണെങ്കിലും ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ പരസ്യം ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോൾ നന്നായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരു ഇതായിരുന്നേ. അപ്പോൾ എൻ്റെ പേരിൽ അറിയപ്പെടാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല, അപ്പോൾ അനന്തമൂർത്തിയുടെ പേര് തന്നെ അറിയപ്പെടണം എന്നിങ്ങനെ പറയണം. അപ്പോഴേക്കും ജലജ അത് കേട്ടുകൊണ്ട് വരുന്നുണ്ട്. അതങ്ങനെ വെറുതെ കിട്ടുന്ന ഒരു പേരൊന്നല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ പിന്നീട് നവ്യനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ് പറയുന്നത്. മുത്തശ്ശി ഇപ്പോഴും ചോദിച്ചു, ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം, നിന്നെ നോക്കുന്ന ഡോക്ടറൊന്നും അവിടെ ഇല്ല, ഡ്യൂട്ടി ഡോക്ടർ മാത്രമേ ഉള്ളൂ, പോവാന്ന് അറിയാൻ കേട്ടോ. അപ്പോൾ നവ്യയാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പോകണ്ട എന്നുള്ളതിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ജലജയ്ക്കാണെങ്കിലും ഭയങ്കര സംശയമാണ്, ചോദിക്കുന്നുണ്ടായിരുന്നു, നിന്റെ വയറ്റിലൊരു കുഞ്ഞൊന്നും ഇല്ലേ എന്നൊക്കെ നവ്യ പറയുന്നുണ്ടായിരുന്നു. ഇവൾക്ക് അങ്ങനെയുള്ള ഒരു ലക്ഷണവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യയാണെങ്കിലും എന്തൊക്കെയോ പറഞ്ഞ് പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരാം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നാളെ പോകാമെന്ന് പറയുമ്പോൾ എന്തായാലും ജലജ സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ അഭിനോട് ഇങ്ങനെ അവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് വരാനായിട്ട് പറയുകയാണ്. അപ്പോൾ അഭി അങ്ങ് പോകുന്ന സമയത്ത് നവ്യ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, സാധാരണ നോക്കുന്ന ഡോക്ടർ ലീവാണെങ്കിൽ പ്രശ്നമാവുമല്ലോ എന്നിങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ അഭി പെട്ടെന്ന് വീണ്ടും ഇങ്ങനെ റെഡി ആവാനായിട്ട് പറയുകയാണ്. അപ്പോൾ നവ്യാണെങ്കിലും റെഡി ആവാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് അനിയും നന്ദും കൂടെ അങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനിയാണെങ്കിൽ അനാമികയുടെ കാര്യമൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ നമ്പറിലേക്ക് വിളിച്ചിട്ട് അനാമികേനെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അനാമിക ഇന്ന് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സിൻ്റെ കളറൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്തായാലും അവിടേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നന്ദുവിനോടാണെങ്കിലും പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് നന്ദുവിനാണെങ്കിലും ഇങ്ങനെ സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തിനാ അവൻ പോകുന്നതിന് സങ്കടപ്പെടുന്നത്, അത് വേണ്ടാന്നുള്ളതിൽ നന്ദുവിന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവരിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ നയനയുടെ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഗോവിന്ദനൊക്കെ ഭയങ്കര ടെൻഷനാണ്. അനി ഇങ്ങനെ വിളിച്ചിട്ട് അവിടെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനെ അത് വിശ്വസിക്കാൻ പാടാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറേ സമയമായാലും ഒന്ന് വിളിച്ച് നോക്കാനായിട്ട് പറയാണ്. അപ്പോൾ എന്തായാലും പിന്നീട് കനക വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കനക വിളിക്കുമ്പോൾ മോളെപ്പോഴും അങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഞാൻ വരുന്നില്ല എന്ന് പറയുകയാണ് നയന. അപ്പോൾ അതെന്താ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഗോവിന്ദനാണെങ്കിലും ഇങ്ങനെ നയനയോട് പറയുന്നുണ്ടായിരുന്നു, അവിടെ ഉള്ളവരെ ധിക്കരിച്ച് മോൾ ഇങ്ങോട്ട് വരണ്ട, അവിടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആദർശേട്ടനെ ഡിസൈനൊക്കെ വരച്ച് കൊടുക്കാറുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് തിരക്കിലാണ്. എന്തായാലും ഞാൻ ഇടനിലക്കാരന് കൊടുത്ത വാക്ക് എന്തായാലും തെറ്റിക്കില്ല, ഞാനത് ചെയ്ത് തീർക്കും. ഇന്നിപ്പോൾ എന്തെങ്കിലും മിനുക്ക് പണികളൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയും കൂടെ തീർത്തോ, നാളെ ഞാൻ വന്നിട്ട് ബാക്കി പണിയൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം അനന്തപുരിയിലേക്ക് ഒരു സംഘടന വരുന്നുണ്ട്. അപ്പോൾ നൈനിനെ ഇങ്ങനെ പൊന്നാട അണിയിക്കാനൊക്കെ ആയിട്ട് അവർ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ജലജിയാണ് വാതിൽ തുറക്കുന്നത്. പിന്നീട് ദേവയാനിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നൈന മാഡത്തിനെ ഒന്ന് കാണണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തിനാ അവളെ കാണുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നൈന അവിടേക്ക് വരികയാണ്. അപ്പോൾ മാഡം ഞങ്ങൾക്കൊക്കെ ഒരു പ്രചോദനം ആയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവരെങ്ങനെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നിങ്ങനെ നൈന പറയുന്ന സമയത്ത് മാഡം ഒന്നും ചെയ്തില്ല എന്നോ, അങ്ങനെ ഒരേ സമയം എത്ര ജോലിയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ ടി വിയിൽ നൈന പറഞ്ഞ കാര്യങ്ങളും എല്ലാം തന്നെ അവർ കേട്ടിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് നല്ലൊരു പ്രചോദനമായി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തായാലും അപ്പോഴേക്കും ആദർശിൻ്റെ അച്ഛനും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിയൊക്കെ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മാഡത്തിൻ്റെ ഭർത്താവല്ലേ അതെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ നൈന അതേന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മാഡത്തിൻ്റെ ഭർത്താവിൻ്റെ സപ്പോർട്ടില്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ മാഡത്തിനും അതുപോലെ തന്നെ ഭർത്താവിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അതുപോലെ തന്നെ പിന്നീട് ദേവയാനിനോടും പറയുന്നുണ്ടായിരുന്നു, ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതാണോ അമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ മരുമക്കളെ ഇങ്ങനെ വീട്ടിൽ അടിച്ചമർത്തി ഇരുത്തുന്ന അമ്മായിമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മരുമകളെ സപ്പോർട്ട് ചെയ്യുന്ന മാഡത്തിന് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ മുത്തശ്ശി അതുപോലെ തന്നെ ജലജയ്ക്ക് ഇങ്ങനെ ചിരിയോടുകൂടി ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് അവരോട് രണ്ടുപേരോട് ഇങ്ങനെ നിൽക്കാനായിട്ട് പറയുന്നുണ്ട്, പൊന്നാട അണിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടുപേർക്കും പൊന്നാടയൊക്കെ അണിയിക്കുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇത് വലിയൊരു ഫംഗ്ഷൻ വെച്ച് ചെയ്യണം എന്നായിരുന്നു, അപ്പോൾ അതെന്തായാലും പിന്നീട് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇപ്പം മുത്തശ്ശനാണെങ്കിലും അവരോട് ഇങ്ങനെ നന്ദിയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, മോളുടെ ഇങ്ങനെ കഴിവിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടൊന്നും ഞങ്ങൾ നിർത്തിയിട്ടില്ല, ഒരു മാഗസിന് ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിലിങ്ങനെ നൈന മാഡത്തിന് ഒരു കോളുണ്ട്, മാഡത്തിന് പറയാനുള്ളതൊക്കെ അതിൽ എഴുതാം, അതൊക്കെ വായിക്കാൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും എന്ന് പറയാണ്. അപ്പോൾ ദേവയാനിക്ക് അതങ്ങ് ഇഷ്ടമാവുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അവൾ മാഗസിനിൽ എഴുതാത്തതിൻ്റെ കുഴപ്പമേ
ഉള്ളൂ എന്നിങ്ങനെ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവരെ തുടക്കം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ വന്ന വഴി മറക്കാത്ത ആളാണല്ലോ മൂർത്തി ജ്വല്ലറിയുടെ MDയുടെ ഭാര്യ ആയിരുന്നിട്ടും വന്ന വഴി മറന്നില്ലല്ലോ, ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അബി ഇങ്ങനെ നവ്യേനെയും കൂട്ടി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നവ്യയ്ക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ ഒരു താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ റിസപ്ഷനിൽ വന്നിട്ട് ഡോക്ടറെ ചോദിക്കുന്നുണ്ട്, നേരത്തെ വിളിച്ച് പറഞ്ഞാണെന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ റൗണ്ട്സിന് പോയതാണ്, അവിടെ വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറയും. പിന്നീട് അവരവിടെ വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നവ്യയുടെ ടെൻഷനെല്ലാം കണ്ടിട്ട് അബി ചോദിക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ വയറ്റിൽ കുഞ്ഞുങ്ങളുണ്ടോയെന്ന്. അപ്പോൾ എൻ്റെ വയറ്റിൽ കുഞ്ഞുങ്ങളൊന്നുമില്ല, ഒരു കുഞ്ഞുണ്ട്, ഞാൻ ഇരട്ട കുട്ടികളെ ഒന്നല്ല പ്രസവിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നിൻ്റെ ഇത് കണ്ടിട്ട് അങ്ങനെ കുഞ്ഞ് ഉണ്ടെന്ന് തോന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ കള്ളം പറയാറില്ല എന്ന് പറയുകയാണ്. അതൊന്നും നീ പറയണ്ട, നീ ഇങ്ങനെ നിന്നെ കണ്ടത് മുതൽ നീ കള്ളങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അബി കള്ളം പറഞ്ഞതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അവരിങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും നവ്യ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ ഒരുപാട് അസുഖങ്ങളുള്ള ആളുകളാണ് വന്നിട്ടുള്ളത്, അപ്പോൾ ഇവിടേക്ക് വന്നാൽ എനിക്കും കുഞ്ഞിനെയാണ് ഇത് ദോഷം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിനക്കും ഇപ്പോൾ ഒരു അസുഖമുണ്ട്, അതുകൊണ്ടാണ് നിന്നെ കൊണ്ടുവന്നതെന്നൊക്കെ പറയണം. അപ്പോൾ നവ്യാണെങ്കിലും ഭയങ്കര ടെൻഷൻ അടിച്ചാണ് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് നയനയോടാണെങ്കിലും അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, മോള് നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനം രക്ഷിക്കുകയാണ് ചെയ്തത്, സത്യത്തിൽ പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഇന്നിങ്ങനെ ജാനകിയും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ പായസം ഉണ്ടാക്കാനായിട്ട് പോയിട്ടുള്ളത്. മോൾക്ക് ഈ സന്തോഷത്തിന് ഞങ്ങൾ എന്താ തരേണ്ടത്, മോൾ എന്ത് ചോദിച്ചാലും ഞങ്ങൾ തരും എന്നൊക്കെ പറയാനായിട്ടോ. അപ്പോൾ ആ സമയത്ത് ആദർശ് കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ജ്വല്ലറിയിൽ പുതിയ ഡയമണ്ടിൻ്റെ കളക്ഷൻ ഇറങ്ങിയിട്ടുണ്ട്, ഇവള് ഡിസൈൻ ചെയ്തത് തന്നെയാണ്, അത് കൊടുത്ത് അവൾക്ക് വലിയ സന്തോഷമാവും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിലും ഇങ്ങനെ മുത്തശ്ശനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇത് സത്യമായിട്ട് കാര്യത്തിൽ പറഞ്ഞതാണോ എന്ന് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ആദർശിൻ്റെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, അമ്മ അരികിലിരിക്കുന്നതുകൊണ്ട് കളിയാക്കി പറയാനാണ് സാധ്യത, പറഞ്ഞതാവാനാണ് സാധ്യത എന്ന് പറയും കേട്ടോ. അപ്പോൾ ആദർശൊന്നും മിണ്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ നയന പറയുന്നുണ്ടായിരുന്നു, എനിക്കിങ്ങനെ സമ്മാനമൊന്നും വേണ്ട മുത്തശ്ശ, അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മൗനവ്രതം അവസാനിപ്പിച്ച് ഇങ്ങനോട് സംസാരിക്കണം, അത് വലിയൊരു ശ്വാസം മുട്ടലാണെന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും പിന്നീട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, സംസാരം എന്ന് പറയുന്നത് ദൈവം തരുന്ന ഒരു കഴിവാണ്, കല്യാണി മോൾക്ക് അതില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ആഗ്രഹിച്ചത് ആ മോളൊന്ന് സംസാരിക്കണം എന്നായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഇങ്ങനെ നയനയോട് ആദ്യം ചോദിക്കും, പിന്നീട് ദേവയാനിയോട് അത് പറയാനായിട്ട് കേട്ടോ. അപ്പോൾ അത് കല്യാണിയുടെ നല്ല സ്വഭാവമല്ലേ, അതുകൊണ്ടാണെന്ന് ദേവയാനി പറയും. അപ്പോൾ നിനക്ക് നല്ല സ്വഭാവമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ മുത്തശ്ശനാണെങ്കിൽ ദേവയാനിയോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നയനേനെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന സമയത്തും മറ്റുള്ളവർ വന്നിട്ട് ഇങ്ങനെ ആദരിച്ചതിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ ദേവയാനിയുടെ ചീത്ത സ്വഭാവമാണെന്നുള്ളത് തന്നെ മുത്തശ്ശൻ തന്നെ തുറന്നു പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ പിന്നീട് ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നവർ ഇങ്ങനെ സംസാരിക്കാത്തതാണ് ഏറ്റവും നല്ലതെന്നുള്ളതിൽ പറയണം. അപ്പോൾ ദേവയാനിയാണെങ്കിലും ദേഷ്യത്തോടുകൂടി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്.